മതിയായ ഡോക്ടർമാരില്ലാത്തതിനാൽ ദുരിതത്തിലായി കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾ. ഡോക്ടർമാരെ കാണാൻ മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട അവസ്ഥയാണ്. ഗൈനക്കോളജി വിഭാഗത്തിൽ 15 ഡോക്ടർമാർ വേണ്ടയിടത്ത് 7 പേരുണ്ട്. ഓർത്തോയിൽ 8 ഡോക്ടർമാർ വേണ്ടയിടത്ത് 3 പേരും. അഖിൽ കെ നമുക്കൊപ്പം. അഖിൽ കെ, ഗുഡ് ഈവനിംഗ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലെങ്കിൽ പിന്നെ രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അവിടെ എത്തുന്ന ആളുകൾ വലയുന്ന കാഴ്ചകളാണോ അവിടെ നിന്ന് പുറത്തു വരുന്നത്? അതുതന്നെയാണ് സുജയ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഈ ഉള്ള ഡോക്ടർമാരെ വെച്ച് അവരെങ്ങനെയെങ്കിലും ഒക്കെ അവിടെയുള്ള ഡോക്ടർമാർ അധിക ഡ്യൂട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ ബുദ്ധിമുട്ട് രോഗികൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു 4 ഡോക്ടർ ഉള്ളിടത്ത് 2 ഡോക്ടർ ഉണ്ടാകും. സ്വാഭാവികമായും ഈ 2 ഡോക്ടർമാർക്ക് ഈ രോഗികളെ നോക്കുന്ന സമയത്ത് വലിയ കുറവ് വരും. അതായത് കൃത്യമായി ഒരു പെട്ടെന്ന് ആളുകളെ നോക്കി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റ് സമയമെടുത്ത് നോക്കുന്ന രീതിയിലേക്ക് പോകാൻ കഴിയില്ല. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ മണിക്കൂറുകളായി. ഇപ്പോൾ തന്നെ കുറെ അധികം സമയം, അതായത് ഈ ഒരു ഡോക്ടർമാർക്ക് മുമ്പിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഈ ഓർത്തോയിലും, അതായത് കൈയും കാലും ഒക്കെ ഒടിഞ്ഞെത്തുന്ന രോഗികൾക്കാണ് ഈ ദുരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം. ഗൈനക്കിലും അങ്ങനെ തന്നെയാണ്. അതായത് 15ൽ പകുതിയോളം പേർ ഇല്ല, അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഒഴിവാണ്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം വിവിധ വകുപ്പുകളിലായി 45 അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഒഴിവുണ്ട്. പ്രൊഫസർമാരുടെയും അസോസിയേറ്റ് പ്രൊഫസർമാരുടെയും ഒഴിവുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായും കൂടുതലായി ഇത് ബാധിക്കുന്നത് ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവാണ്. കാരണം അവരെ വെച്ചുകൊണ്ടാണ് മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ നോക്കുന്നു, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. പക്ഷേ ആ ബാലൻസ് നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ബുദ്ധിമുട്ട്, അതിന്റെ ദോഷം അത് രോഗികൾ തന്നെയാണ് അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ ശബരിമല സീസൺ കൂടി വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ശബരിമല സീസണിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ കൊണ്ടുപോകുക. ഇപ്പോൾ തന്നെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ട്, വീണ്ടും രോഗികളുടെ അവസ്ഥയിലേക്ക്, രോഗികളുടെ ബുദ്ധിമുട്ട് കൂടും. അല്ലെങ്കിൽ കൃത്യമായി നോക്കാൻ കഴിയാത്ത സാഹചര്യം ഡോക്ടർമാർക്കും വന്നെത്തും. എന്തായാലും ഡോക്ടർമാരുടെ ആവശ്യമുള്ള സ്ഥലങ്ങൾ ആണ് ആശുപത്രികൾ. അവിടെ രോഗികൾക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുകയല്ലാതെ മറ്റൊരു കുറുക്ക് വഴിയും അവിടെ സാധ്യമല്ല. അതുകൊണ്ട് അപ്പോയിന്റ്മെന്റ്സ് എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അതുവരെ നമ്മളിത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. തിരുത്തെങ്കിൽ തിരുത്തട്ടെ.